learning and നമുക്ക് എക്സാമിന് ചോദിക്കുന്ന വേറൊരു ഡിസ്കോഴ്സ് ആണ് ഈവന്റ് ഇൻവിറ്റേഷൻ അല്ലേ. അപ്പോൾ ഒരു ഈവന്റ് ഉണ്ടാവുമ്പോൾ ആ ഈവന്റിലേക്ക് ഫോർമൽ ആയിട്ട് എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതൊരു ടൈപ്പ് ഓഫ് നോട്ടീസ് തന്നെയാണ്, ഒരു നോട്ടീസിന്റെ ഫോർമാറ്റിൽ തന്നെയാണ് ഇത് പോകുന്നത്. ആൻഡ് യു ആർ ഇൻവൈറ്റിംഗ് എ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, സോ നോട്ടീസിൽ ചെയ്ത പോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളൊരു ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചതിന് ശേഷം ടൈറ്റിൽ എന്തൊക്കെ വരും, നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നെയിം ഓഫ് ദി ഇവന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ബോക്സ് വരച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ABC സ്കൂൾ. ഇനി എന്താണ് നെയിം ഓഫ് ദി ഈവന്റ്, എന്താണ് നമ്മുടെ ഈവന്റ്, ആനുവൽ ഡേ സെലിബ്രേഷൻ 2026. Okay, so title എന്തൊക്കെ വരും, നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോഡ് ബൈ നെയിം ഓഫ് ദി ഈവന്റ്. അത് കഴിഞ്ഞിട്ട് സാല്യൂട്ടേഷൻ. ഓക്കെ, സാല്യൂട്ടേഷനിൽ എന്താണ്, ഡിയർ പേരൻസ്. ഓക്കെ, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പേരൻസ്, റെസ്പെക്റ്റഡ് സേഴ്സ്, റെസ്പെക്റ്റഡ് മാഡംസ്, അല്ലെങ്കിൽ ഡിയർ സേഴ്സ് ആൻഡ് മാഡംസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, ഡിയർ പേരൻസ്. ഓക്കെ, അതിനുശേഷം വി നീഡ് ടു ഗിവ് ദി ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ എന്താണ് വരാം, എന്താണ് ഈവന്റ്. ഓക്കെ, വാട്ട് ഇസ് ദ ഈവന്റ്. ഇപ്പം നമ്മൾക്ക് എന്താണ് ഈവന്റ്, ആനുവൽ ഡേ സെലിബ്രേഷൻ. ഓക്കെ, എന്നാണ്, എവിടെ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ പറയും വി ആർ ഡിലൈറ്റഡ് ടു ഇൻഫോം യു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലേ നിങ്ങളോട് പറയുന്നതിന്. എന്ത്, ABC സ്കൂൾ is organizing its annual day celebration on Saturday, 15th April 2026 at 5 p.m. in achievement of our students. At 5 p.m. in the school auditorium to showcase the talents and achievement of our students. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ABC സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു. അത് എന്നാണ്, 15th April 2026 വൈകിട്ട് 5 മണിക്ക്, അതൊരു ശനിയാഴ്ച അല്ലേ, ആ ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു. അപ്പം നമ്മൾ വാട്ടിൻ്റെ ആൻസർ കൊടുത്തു, വെന്നിൻ്റെ ആൻസർ കൊടുത്തു. എവിടെ വെച്ചിട്ടാണ്, സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. എന്താണ് ഉദ്ദേശം, ഇവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി അവർ ചോദിക്കുന്നത് എന്താണ്, ഇൻഫർമേഷനിൽ ഹൂ, അതായത് ഹോസ്റ്റ് ആരാണ് ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇവന്റിലെ ഗസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ ഈവന്റ് നിങ്ങൾ നടത്തുന്നത്, വൈ, ദ റെലവൻസ് ഓഫ് ദി ഈവന്റ്. അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഈവന്റ് നടത്തുന്നത്. അപ്പം നമ്മൾ പറയും ദ പ്രോഗ്രാം വിൽ ബി ഹോസ്റ്റഡ് ബൈ, ആരാണ് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്, സ്കൂൾ മാനേജ്മെന്റ്, ആൻഡ് കണ്ടക്റ്റഡ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് അവർ പ്രിൻസിപ്പൽ. The evening will feature cultural performances and award distribution and aims to recognize students' hard work. അപ്പോൾ എന്തിനാണ് നമ്മൾ കുട്ടികളുടെ ഹാർഡ് വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യാനും അങ്ങനെ അവരുടെ കൾച്ചറൽ പെർഫോമൻസസ് അതേപോലെ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇവന്റ് നടത്തുന്നത്. Your presence will greatly motivate the participants and make occasion memorable. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിളിക്കുന്ന എന്തിനാണ്, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അവർക്കൊരു മോട്ടിവേഷൻ ആവും എന്നുള്ളതുകൊണ്ടാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മേജർ ഡീറ്റെയിൽസ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തു, അത് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. ഡേറ്റ് 15-ാം തീയതി, ടൈം 5 മണിക്ക്, വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഓക്കെ, അത്രയും നിങ്ങൾ കൊടുത്തു. We cordially invite you to grace the occasion. അപ്പോൾ ഒരു ലൈൻ നിങ്ങളുടെ ഇൻവിറ്റേഷന് വേണ്ടി ഒരു ലാസ്റ്റ് ലൈൻ കൊടുക്കുക. We cordially invite you to grace the occasion. അത് കഴിഞ്ഞാൽ പ്ലേസ് ആൻഡ് ടൈം ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, പ്ലേസ് ആൻഡ് ടൈം കൊടുക്കും. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണ്, നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങൾ സ്റ്റുഡൻറ്റ് സെക്രട്ടറി ആണ്, നിങ്ങളുടെ പേര് SR എന്നാണ്, നിങ്ങളത് നിങ്ങളുടെ ഡെസിഗ്നേഷൻ ആണ് സ്റ്റുഡൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ബോക്സിലിടണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈവന്റ് ഇൻവിറ്റേഷൻസ് എന്ന് പറയുന്നത് യൂഷ്വലി ഫോർമൽ ഇൻവിറ്റേഷൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമൽ ഇൻവിറ്റേഷൻസ് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.